ഞാനിപ്പോ സൗദി അറേബ്യയിലാണ് ഉള്ളത് ഇപ്പോ. അപ്പോ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഇവിടുത്തെ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന അവന്റെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്നത് വരെ പിന്നെ ഞാൻ വിചാരിച്ച ആ വീഡിയോ ഇവിടെ ഇടാം, ആൾക്കാർ കണ്ടോട്ടെ. പിന്നെ ഇവിടെ ഞാൻ വന്നിട്ട് ഏകദേശം 1 മാസമായിട്ടേ ഉള്ളൂ. എനിക്കറിയുന്ന അറിവ് അത് ഞാൻ പറഞ്ഞാൽ ഈ ഈസ്റ്റേൺ പ്രൊവിൻസിലാണ് ഈ ജുബൈലുള്ളത്, സൗദിയിലെ. ദമാമിന്റെ അടുത്തായിട്ട് വരും. ദമാമിന് 100-150 കിലോമീറ്റർ ദൂരമായിട്ട് വരും ഇത്. ഇതിന്റെ ഒരു സൈഡ് അറേബ്യൻ കടലാണ്, അറേബ്യൻ സീ ആണ്. പിന്നെ മറുവശത്ത് മരുഭൂമിയാണ്. പിന്നെ ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇവിടെയുള്ള ഈ ജുബൈൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ സൗദി അറേബ്യന്റെ വലിയൊരു GDP ഈ ജുബൈൽ നിന്നാണ് ജനറേറ്റ് ആവുന്നത്. ഒരുപാട് ഓയിൽ റിഫൈനറി സൈറ്റുകളും ഇത് എല്ലാം ഉണ്ട്. അതായത് വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ സിറ്റി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഈ ഏരിയനെ പറ്റിയിട്ട് ഫുള്ളൊന്ന് കാണിക്കാൻ പോവാം കേട്ടോ. സൗദിയിലുള്ള ഈ ഏരിയയിൽ വന്ന ആരും കൊണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ അവിടെ തുടങ്ങുന്ന അവിടുന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകും കേട്ടോ. ഇപ്പോൾ അറിയുന്ന ആൾക്കാർ ഓരോ ഏരിയനെ പറ്റി കമൻ്റ് അടിക്കുക. ഓക്കെ, അതുവരെ ഞാൻ അറിയുന്നത് ഞാനും അത് പറയാം. ബിൽഡിങ്ങുകളെ കളർ നോക്കിയട്ടെ, ഫുള്ള് മരുഭൂമിക്ക് അനുസരിച്ച് ആ ഒരു കളറാണ്, നല്ല മാച്ചിങ് ആയിട്ടുള്ള കളറ് ഫുള്ള്. ഇപ്പം ഞാനിപ്പോൾ പോകുന്നത് ഇപ്പോൾ റിയാദ് പാർക്കിലാണ് പോകുന്നത്. കൂടി നോക്കുക, ആ കാണുന്ന ഏതെങ്കിലും ഒരു ബിൽഡിംഗ് വേറെ കളർ ഉണ്ടാവും, ഒന്നിലില്ലല്ലോ. കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ലേബേഴ്സ് ഉള്ള ഒരു ഏരിയ ആണിത്. ഇവിടെയാണ് നമ്മളെ ഫ്രീ വിസ എല്ലാം എടുത്തിട്ട് ആളുകൾ ആദ്യം വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടുന്നുള്ളൊരു ഏകദേശം ഒരു ഗ്യാരണ്ടി ഉള്ള ഒരു സ്ഥലം ഇതാണ്. ഇതിലൂടെ നടന്നിട്ട് പോകുന്നവരുണ്ടല്ലോ, എനിക്ക് ഫീൽ ആവുന്നത്, ഞാനിപ്പോൾ ദുബൈയിൽ നിന്നുകൊണ്ട് എനിക്ക് ദുബൈൻ്റെ ഒരു ടച്ച് വരുന്നുണ്ട്. പിന്നെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം കാലാവസ്ഥ. ദുബൈയിലെ കാലാവസ്ഥയാണ്, ഒരു ഡിഫറൻസും എനിക്ക് ഇവിടെ കാണുന്നില്ല. പിന്നെ ഇവിടുന്ന് ഡിഫറൻസ് ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകണം. നമ്മളെ റിയാദിലോ അല്ലെങ്കിൽ തായ്ഫ് ഭാഗത്തോ അവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ ഇതായിട്ട് നമ്മളെ ദുബൈയിലെ ഇതാണ്. പിന്നെ ഇവിടെ കുറേ മാൻ പവർ കമ്പനികളെ ജോലികളെ പറ്റി ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ലേബേഴ്സും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പ്രൊഫഷണൽസും ഉള്ള സ്ഥലമാണ്. ഇവിടെ വന്നിട്ടാണ് താമസിക്കുക. ഇവരൊരു ഒരു സ്റ്റേഷൻ എന്ന് പറയാം. ഇപ്പം പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രീ വിസയിലാണ് ഇവിടെ അധികം ആൾക്കാർ വരുന്നത്. അത് ഇവിടെ ഫ്രീ വിസയിൽ വന്നിട്ട് കോൺട്രാക്ട് വൈസ്, അതേപോലെ തന്നെ ഈ മാൻ പവർ കമ്പനികൾ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 100, 500, 1000 മാൻ പവർ കമ്പനീസ് ഉണ്ട്. ഇവരായിട്ട് കോൺട്രാക്ട് വൈസിൽ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്നേരം വേതനം കൂടുതലാണ്, സാലറി കൂടുതലാണ്. ചിലപ്പം 6 മാസം, 1 കൊല്ലോ, 2 കൊല്ലോ, 10 കൊല്ലോ പറയാൻ പറ്റില്ല. അതിന്റെ ഇതിലാണ് വർക്ക് ചെയ്യുക. നല്ല ശമ്പളം കിട്ടും. ഇൻ കേസ് അവിടുത്തെ വേണ്ട, ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അവിടുന്ന് ഇറങ്ങി ഡീമൊബൈലൈസേഷൻ ചെയ്തിട്ട് അവർ പുറത്ത് വന്നിട്ട് വേറെ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. ഇൻ കേസ് അവർക്ക് ഈ മനുഷ്യനെ വേണ്ട, അവിടുന്ന് ഡീമൊബൈലൈസേഷൻ ചെയ്തിട്ട് പുറത്തൊക്കെ വേറെ ആൾ ജോയിൻ ചെയ്യാം. അങ്ങനെ ഈ ചങ്ങായിക്ക് വേറെ സ്ഥലത്ത് പോകും. ജോലി ഇഷ്ടം പോലുള്ള ഒരു സ്ഥലമാണിത്. നല്ല പൈനാപ്പിളും പഴവും ഇതെല്ലാം വെക്കുന്നുണ്ട്. ഇവിടെ ഫുള്ളുണ്ടല്ലോ, പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ, ഇന്ത്യൻസ് തന്നെ ഉണ്ടാവുക. പിന്നെ കുറച്ച് ഫിലിപ്പീൻസുകൾ, കുറച്ച് നേപ്പാളികൾ, ആഫ്രിക്കൻസ് ഉണ്ടാവും കുറച്ച്, വെരി മൈന്യൂട്ടായിട്ട്. നമ്മളെ ദുബൈയിൽ ഇഷ്ടം പോലെ ആഫ്രിക്കൻസ് അല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പട കാണാൻ പോകുന്ന ഞായറാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മക്കളെ, അത്ര ആൾക്കാരെ ഫുള്ള് ജനങ്ങളെ ഇവിടെ ഉണ്ടാവുക. തെറ്റുണ്ട്. ഞായറാഴ്ച എന്ന് പറഞ്ഞത് വെള്ളിയാഴ്ച എന്നാണ്. വെള്ളിയാഴ്ച നിന്ന് ഇവിടെ നമ്മളെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഭൂരിപക്ഷം ലീവ് ഉണ്ടാവും. അന്നെന്ന് വെച്ചാൽ ലീവുള്ള ദിവസം എൻ്റെ മോൻ ഒരു രക്ഷയില്ല. പിന്നെ ഇന്ന് നവംബർ 1-ാം തീയതിയാണ്. ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ശമ്പളം കിട്ടിയ സമയമാണ്. ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. എക്സ്ചേഞ്ച് ഒന്നും ഇപ്പം അധികം യൂസ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ ഇവിടെ ഓൺലൈൻ ആപ്പുകൾ വന്നുകൊണ്ട് കുറച്ച് ഡൗൺ ആണ്. ബാങ്കിൽ പോയിട്ട് ക്യൂല് നിന്നിട്ടൊന്നും പൈസ കിട്ടില്ല. കാരണം ക്യൂല് നിന്നാൽ തന്നെ 100-500 ആൾക്കാർ 200 ആൾക്കാരിൽ ക്യൂല് വെക്കും. ഈ കാണുന്ന വെച്ചാൽ ഇതൊരു റിയാദ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച നിന്ന് ഇവർക്ക് ലീവായിരിക്കും. ലീവായാലും മാത്രമൊന്നുമല്ല, അതിൻ്റെ പേരെന്നാ
ശമ്പളം കിട്ടുന്ന സമയമാണ് ഈ സമയം. 1-ാം തീയതി, 2-ാം തീയതി, ഇങ്ങനത്തെ 3-ാം തീയതി എന്ന് വെച്ചല്ലേ. ഇവിടെ നല്ല ശമ്പളം ഉണ്ട്. ആൾക്കാർക്ക് ഈ കാണുന്ന ആൾക്കാരൊന്നും തീരെ ഇതൊന്നല്ല, ജോലിയെടുത്ത് നല്ല ശമ്പളം കിട്ടുന്ന ടീംസാണ് ഇവിടെ. പക്ഷേങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും നേപ്പാളികളും ഫിലിപ്പീനുകളൊക്കെ ഉണ്ട്, ഇന്ത്യക്കാരൊക്കെ ഉണ്ട്. പക്ഷെ മലയാളികൾ വളരെ കുറവാണ്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇനി ഇതിന് ഇവർ വരുന്ന ഭൂരിപക്ഷം ഏത് ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡ്, പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഫീൽഡ്, അങ്ങനത്തെ അതിൽ നല്ല എന്താ പറയുക, നല്ല ടെക്നിക്കലായിട്ട് വർക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ശമ്പളമുണ്ട്, അടിപൊളി ശമ്പളമുണ്ട് ഇവിടെ ജുബൈയിൽ. ഈ കാണുന്ന ഇത്ര ആൾക്കാർ വെറുതെ കറങ്ങുന്നൊന്നുമല്ല. അതുകൊണ്ടാണ് ഇവർ ഒരു ബംഗ്ലാദേശ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ 7 ലക്ഷത്തോളം ഉറുപ്പ്യ കൊടുക്കണം. ബംഗ്ലാദേശി ടാക്ക. പാകിസ്ഥാനികൾ വരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ 4 ലക്ഷം 4.5 ലക്ഷം ഉറുപ്പ്യെല്ലാം കൊടുക്കണം, 5 ലക്ഷം കൊടുക്കണം. എന്നിട്ട് അവർ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട്. ഈ കാണുന്ന മൊത്തതാണ് ഈ കാണുന്നത്. ഇത് റിയാദ് പാർക്കാണ് ഇവിടെ. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിയാദ് പാർക്കും പിന്നെ ഈ ഏരിയയിലൊന്നും കാണിച്ചു തരാണ്. ജനസാന്ദ്രത കണ്ട ഒരു സംഭവം കാണിച്ചു. ഈ ജനക്കൂട്ടം നിന്ന് എന്തിനാന്ന് അറിയാം, ഇവിടെ ചെറിയതുണ്ട്. ഈ ജനക്കൂട്ടം നിന്ന് നിങ്ങൾ ശരിക്കും നോക്കണേ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജോബിൻ്റെ വേക്കൻസി ഉണ്ട്. ജോബിൻ്റെ വേക്കൻസി ഉള്ളത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ജോബിൻ്റെ പലതരം കാറ്റഗറിയിലുള്ള ജോബിൻ്റെ വേക്കൻസികളാണ് ഇവിടെ ഉള്ളത്. അതിനെ നോക്കിയിട്ട് പോകുന്ന ആൾക്കാർ ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ എത്ര ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ടാവും. ഒരുപാട് വേക്കൻസികൾ ഇവിടെ ഉണ്ട്, ഒരുപാട്. ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ കാണുന്ന ഒരുപാട് വേക്കൻസികൾ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ എല്ലാത്തിൽ കണ്ണു അടിച്ചിട്ട് പോകാൻ പറ്റില്ലാണ് വേറൊരു സത്യം. കാരണം എന്ന് വെച്ചാൽ അവർ തരുന്ന മാൻ പവർ ആൾക്കാർ, ചില ആൾക്കാർ ഇതൊക്കെ നമ്മളെ തട്ടിപ്പെല്ലാ ലോകത്തുണ്ട്. അത് ഭൂമി ഉണ്ടായതിനു ശേഷം ഭൂമിന്റെ എല്ലാ ഇഞ്ചിലും മുക്കിലും മൂലയും പലതരത്തിലുള്ള തട്ടിപ്പുണ്ട്. അപ്പൊ ഇവിടെയുള്ളൊരു തട്ടിപ്പാണ് ഈ ജോലി ചെയ്തിട്ട് ശമ്പളം കൊടുക്കാത്ത ടീംസ് കുറെ ആൾക്കാരുണ്ട്. അതും ഒരു ഇവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചർ പിടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും എന്ന് വെച്ചാൽ റെഫറൻസ് വഴി മുന്നോട്ട് പോകുന്നത്. ഒന്നുമില്ലെങ്കിൽ എടുത്ത പണിന്റെ പൈസ കിട്ടുമല്ലോ എന്ന് വെച്ചാൽ ശമ്പളം നല്ല ശമ്പളമാണ്. ഒരു 100 ആൾക്കാരാ 50 ആൾക്കാരല്ല 200 ആൾക്കാരെ ശമ്പളം ഒന്നിച്ചും കിട്ടിക്കഴിഞ്ഞാൽ മതിയല്ലോ തട്ടിപ്പ് പോവാന്. അതിശയപ്പെട്ടത് ഇന്നലത്തെ തിരക്കാണ്. പക്ഷെ ഇന്നും അത്യാവശ്യം ഇവിടെ തിരക്കുണ്ടേനു. ഒരു ജാഥക്കുള്ള ആളുകളുണ്ട്. കണ്ട ഫുള്ള് ആളുകളാ, ഫുള്ള്. ഇവിടുത്തെ ഒരു സിനറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഞാൻ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തുണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. കമന്റ് ബോക്സ് കാലിയാണ്, നിങ്ങൾക്ക് ഒഴിഞ്ഞു വെച്ചാണ് കമന്റ് ചെയ്യുക. ബൈ.